സംസ്ഥാനത്ത് കനത്ത മഴയ്ക്കൊപ്പം മഴക്കെടുതിയും രൂക്ഷം. ഇന്ന് 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴിച്ചുള്ള ജില്ലകളിൽ ആണ് ഓറഞ്ച് അലർട്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. 12 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. മഴയുടെ പശ്ചാത്തലത്തിൽ തീരദേശത്തും മലയോര മേഖലയിലും അതീവ ജാഗ്രത തുടരുകയാണ്. മലപ്പുറം കാരത്തോട് നാടുകാണി സംസ്ഥാന പാതയിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞു. പാണക്കാട് എടായിപ്പാലത്താണ് സംഭവം. പത്തനംതിട്ടയിൽ സ്ഥിതി അതീവ ഗുരുതരമാണ്. മൂഴിയാർ ഡാം തുറന്നു. റാന്നി, കോഴഞ്ചേരി താലൂക്കുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. പലരും വീട് വിട്ടു പോകാൻ തയ്യാറാകാത്തത് പ്രതിസന്ധിയാണ്. ആറന്മുള, കോഴഞ്ചേരി താലൂക്കിൽ അതീവ ജാഗ്രതയാണ്. അപ്പർ കുട്ടനാട് വെള്ളത്തിൽ മുങ്ങി. കുറ്റൂർ, പെരിങ്ങര, നെടുമ്പ്ര, നിരണം, കടപ്ര മേഖലകളിലെ വീടുകൾ ഒറ്റപ്പെട്ട നിലയിലാണ്. ശബരിമല പാതയിൽ മണ്ണിടിഞ്ഞു. തീർത്ഥാടകരെ ശബരിമലയിലേക്ക് കയറ്റിവിടുന്നില്ല. തിരുവല്ലയിൽ വീടുകളിൽ നിരവധി പേരാണ് കുടുങ്ങിക്കിടക്കുന്നത്. മീനച്ചിലാറ്റിൽ വെള്ളം പൊങ്ങിയതോടെ ആർപ്പുക്കര അടക്കമുള്ള ഇടങ്ങളിൽ വെള്ളം കയറി. കോട്ടയത്ത് ഒഴുക്കിൽപ്പെട്ട് ഒരാൾ മരിച്ചു. അയർക്കുന്നം സ്വദേശി ജിൻഡോ മാത്യു ആണ് മരിച്ചത്. കോട്ടയത്തെ പടിഞ്ഞാറൻ മേഖല വെള്ളത്തിൽ മുങ്ങി. ഇടവിട്ടുള്ള ശക്തമായ മഴ മലയോര മേഖലയിൽ ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. ചേർത്തല, കുമരകം, കോട്ടയം റോഡിൽ വെള്ളം കയറിയതോടെ ഗതാഗതം നിരോധിച്ചു. വ്യാപക കൃഷിനാശവും ഉണ്ടായി. ഓണവിപണി കണ്ട് ഇറക്കിയ കൃഷിയാകെ വെള്ളത്തിൽ മുങ്ങി. വലിയ നഷ്ടം നേരിടുകയാണ് കർഷകർ. ഇടുക്കി മലങ്കര, കല്ലാർകുട്ടി, പാമ്പള ഡാമുകളിൽ റെഡ് അലേർട്ട്. മലങ്കര, കല്ലാർകുട്ടി, പാമ്പള ഡാമുകൾ തുറന്നു. ഡാമുകളിൽ റെഡ് അലേർട്ട് ലെവലിലാണ് ജലനിരപ്പ്. പ്രധാന പാതകളിൽ അടക്കം മണ്ണിടിച്ചിലുണ്ടായി. വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ടു. കോഴിക്കോട് മഴയ്ക്ക് നേരിയ കുറവുണ്ടെങ്കിലും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിൽ അടിയിലാണ്. കണ്ണാടിക്കൽ ഭാഗത്തു നിന്ന് ആളുകളെ മാറ്റി. കക്കയം ഡാം തുറന്നതിനെ തുടർന്ന് കുറ്റ്യാടി പുഴയുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇരുവഴിഞ്ഞി പുഴയിലും ചെറുപുഴയിലും ജലനിരപ്പ് ഉയർന്നു. കോഴിക്കോട് വെള്ളിപ്പറമ്പിൽ വീട് ഭാഗികമായി തകർന്നു. ഓട്ടോ ഡ്രൈവറായ കുയൽക്കാട് നൌഷാദിന്റെ വീടാണ് തകർന്നത്. പുലർച്ചെ 3 മണിക്കാണ് സംഭവം ഉണ്ടായത്. കുടുംബത്തെ സമീപത്തെ ബന്ധുവീട്ടിലേക്ക് മാറ്റി. വയനാട് മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും ജാഗ്രതാ നിർദ്ദേശം തുടരുന്നു. മലയോര പാതകളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും നിയന്ത്രണം തുടരുന്നു. മാനന്തവാടിയിലും പനമരത്തും വെള്ളക്കെട്ടാണ്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ കാണാതായ രണ്ടാമത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി തിരച്ചിൽ തുടരുന്നു. മലപ്പുറം കരുവാരക്കുണ്ട്
ഇരിങ്ങാട്ടിരിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീട് തകർന്നു. പുലർച്ചെയാണ് അപകടമുണ്ടായത്. ജില്ലയിൽ 7 ക്യാമ്പുകളിലായി 10 പേരെ മാറ്റിപ്പാർപ്പിച്ചു. എറണാകുളത്ത് കിഴക്കൻ മേഖലകളിൽ മഴ ശക്തമാണ്. മൂവാറ്റുപുഴയാറിലും തൊടുപുഴയാറിലും ജലനിരപ്പ് ഉയർന്നു. മൂവാറ്റുപുഴ, ഇലാഹിയ നഗർ, കൊച്ചങ്ങാടി എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ടിൽ വലയുകയാണ് ജനങ്ങൾ. ജില്ലയിൽ 7 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. മൂവാറ്റുപുഴ താലൂക്കിൽ 4, കോതമംഗലം താലൂക്കിൽ 2, കുന്നത്തനാട് താലൂക്കിൽ 1 വീതം ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. 34 കുടുംബങ്ങളിലായി 102 ആളുകളെയാണ് ക്യാമ്പുകളിൽ മാറ്റിപ്പാർപ്പിച്ചത്. തൃശൂർ കരുവന്നൂർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. ഇല്ലിക്കൽ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ ഉയർത്തി. ആലപ്പുഴ AC റോഡിലും വെള്ളക്കെട്ടാണ്. ജിഷാദ് വളാഞ്ചേരിയുണ്ട് വിശദാംശങ്ങളുമായി. ജിഷാദ്, ഒട്ടാകെ തന്നെ ഈ നാശം വിതയ്ക്കുന്ന സാഹചര്യം ഉണ്ടാവും. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ. എന്താണ് നിലവിലത്തെ സാഹചര്യം? കൂടുതൽ അലേർട്ടായി നിൽക്കണോ ജനങ്ങൾ? കനത്ത മഴ തുടരുകയാണ്. ചാലിയാർ, കടലുണ്ടിപ്പുഴ, അതുപോലെ തന്നെ ഭാരതപ്പുഴ എന്നീ തുടങ്ങിയ നദികളെല്ലാം കര കഴിയുന്ന ഒഴുകുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറുകയാണ്. നദിക്കരയോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കുമെന്ന് നിർദ്ദേശം വന്നിട്ടുണ്ട്. മലപ്പുറം പാണക്കാട് ഭാഗത്ത് റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. മണ്ണും കല്ലും റോഡിലേക്ക് പുഴയിലേക്കും പതിക്കുകയായിരുന്നു. ഇവിടെ ഫയർഫോഴ്സും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള ആളുകളെല്ലാം 40ഓളം കുടുംബങ്ങൾ മലപ്പുറത്തെ സ്കൂൾ ക്യാമ്പുകളിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേങ്ങരയിലെ ഒരു വീടിലേക്ക് മണ്ണും കല്ലും പതിച്ചിട്ടുണ്ട്. ഇതിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജില്ലയിൽ ഏറനാട്, അതുപോലെ തന്നെ കൊണ്ടോട്ടി, നിലമ്പൂർ താലൂക്കുകളിൽ നിന്ന് വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. ക്യാമ്പുകളിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരാണ് ഉള്ളത്. ജില്ലയിൽ മഴയുടെ തീവ്രത ഒന്ന് കുറഞ്ഞെങ്കിലും നദികളുടെ ജലനിരപ്പും അതുപോലെ തന്നെ മലയോര മേഖലയിലെ മഴയും ആശങ്ക തുടരുന്ന ഒരു സാഹചര്യമാണ് ജില്ലയിലുള്ളത്. മഴ കനക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഇന്ന് മലപ്പുറം ജില്ലയിൽ റെഡ് അലേർട്ടാണ്. അല്പം കഴിഞ്ഞെങ്കിലും അല്പ സമയത്തിനകം തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകളുമായും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നമുക്ക് അതായത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് അറിയേണ്ടതുണ്ട്. ശരി, വരും മണിക്കൂറുകളിലും മഴ ശക്തമായി പെയ്യാനുള്ള സാഹചര്യമാണുള്ളത്. മലപ്പുറത്ത് റെഡ് അലേർട്ടാണ്. 2 ജില്ലകളിൽ അലേർട്ടുണ്ട്. സാഹചര്യത്തിലാണ് നിലവിൽ പോകുന്നത്. ജിഷാദാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ ഇടവേളയിലേക്ക് പോകുന്നു. മടങ്ങിയെത്താം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.